ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ ദുഃഖി അധികാർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇത് എഴുതിയിരിക്കുന്ന ഓത്തറിൻ്റെ പേര് യശ്പാൽ. അദ്ദേഹം 1903 മുതൽ 1976 വരെയാണ് ജീവിച്ചിരിക്കുന്നത്. ഇദ്ദേഹം വലിയൊരു റെവല്യൂഷണറി ആയിരുന്നു. ഇദ്ദേഹം ഭഗത് സിംഗ് പോലെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂടെയെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രമുഖമായ പുസ്തകങ്ങളാണ് ദേശദ്രോഹി, പാർട്ടി കോമ്രേഡ്, ദാദാ കോമ്രേഡ്, ജൂട്ട് തദാ സച്ച്, മേരി തേരി ഉസ്കി ബാത്, ഞാൻ ദാൻ, തർക്ക് കി തൂഫാൻ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ആത്മകഥയാണ് സിംഹാവലോകൻ. പിന്നെ ഇദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത പുസ്തകങ്ങളാണ് മേരി തേരി ഉസ്കി ബാത്. നമുക്ക് ഈ ചാപ്റ്റർ തുടങ്ങിയാണ്. ദുഃഖ की अधिकार. മനുഷ്യ की पोशाक उन्हें विभिन्न श्रेणियों में बांट देती है. മനുഷ്യൻ്റെ വസ്ത്രങ്ങൾ തന്നെയാണ് മനുഷ്യനെ പല ശ്രേണിയിലായി തിരിക്കുന്നത്, അല്ലെങ്കിൽ പല സ്റ്റേജസിലായിട്ട് തിരിക്കുന്നത്. പ്രായः पोशाक ही समाज में मनुष्य का अधिकार और उसकी दर्जा निश्चित करती है. അതായത് വസ്ത്രങ്ങൾ തന്നെയാണ് മനുഷ്യന് അവൻ്റെ അധികാരവും പദവിയും നിശ്ചയിക്കുന്നത്. വ ഹമാരെ ലിയെ അനേക ബന്ദ് ദർവാസെ ഖോൽ ദേത്തെ ഹെ. നമ്മുടെ വസ്ത്രങ്ങൾ തന്നെയാണ് നമുക്ക് വേണ്ടി പല അടഞ്ഞു കിടക്കുന്ന വാതിലുകളും തുറന്നു തരുന്നത്. പരന്തു കബി ഏസേ ബി പരിസ്ഥിതി ആജാതി ഹെ. ചിലപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളും നമുക്ക് വരാം. कि हम ज़रा नीचे झुककर समाज की निचली श्रेणी की अनुभूति का समझना चाहते हैं. പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ വരാം. എങ്ങനെയാണ് താഴേക്കിടയിലുള്ള താഴ്ന്ന തട്ടിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ എന്തെന്നും അവരനുഭവിക്കുന്നത് എന്തെന്നും അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹമുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ വസ്ത്രങ്ങൾ കാരണം നമുക്കത് പറ്റുന്നുണ്ടാവില്ല. ഉസ് സമയ യഹ് പോഷാക് ഹി ബന്ധൻ ഓർ അഡ്ചൻ ബന്ത ജാതി ഹെ. ആ സമയത്ത് നമ്മുടെ വസ്ത്രങ്ങൾ തന്നെയാണ് നമുക്ക് ഒരു പ്രോബ്ലമായിട്ട് നിൽക്കുന്നത്. ജैसे വായു की लहरें कटी हुई पतंग को सहसा ഭൂമി पर नहीं गिर जाने देती. എങ്ങനെയാണ് ഒരു മുറിഞ്ഞ പട്ടത്തിനെ കാറ്റ് ഭൂമിയിലേക്ക് വീഴുന്നതിൽ നിന്നും തടയുന്നത്, അതുപോലെ തന്നെയാണ് വസ്ത്രങ്ങളും. ഉസി തര ഖാസ് പരിസ്ഥിതിയോ മേം ഹമാരി പോഷാക് ഹമേം ചുക് സക്നെ മേം രോക്ക് ദേത്തി ഹെ. അതുപോലെ തന്നെയാണ് നമ്മുടെ വസ്ത്രങ്ങളും ചില നേരത്ത് നമുക്ക് താഴ്ന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള ആൾക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ തടയാനുള്ള ഒരു കാര്യം. बाजार में फुटपाथ पर कुछ खरबूजे डलिए में और कुछ ज़मीन पर बिक्री के लिए रखे जाने पड़ते थे. അതായത് ബാസാർ മേ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഫുട്പാത്തിൽ കുട്ടകളിലായും പിന്നെ കുറച്ച് നിലത്തായും കുറച്ച് വാട്ടർ മെലോൺസ് വിൽക്കാനായി വെച്ചിരിക്കുന്നത് കാണാം. ഖർബൂസൻ കെ സമീപ് ഏക് അതേഡ് ഉമ്രക്കി ഓരത്ത് ബേട്ടി റോ രഹി തി. ആ വാട്ടർ മെലോൺസിൻ്റെ സമീപത്തായി, അല്ലെങ്കിൽ അടുത്ത് തന്നെയായി ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീ അവിടെ ഇരുന്ന് കരയുന്നത് കാണാമായിരുന്നു. ഖർബൂസയും ബിക്രി ഖേലിയത്തെ. ആ വാട്ടർ മെലോൺസ് വിൽക്കാനായിട്ട് കൊണ്ടുവന്നിരുന്നതാണ്. പരന്തുവിനെ ഖരീദിനെ കേലിയെ കോയി കേസെ ആകെ ബഡ്ത്ത. പക്ഷെ ആരും തന്നെ അത് വാങ്ങാനായി മുന്നോട്ട് വന്നിരുന്നില്ല. ഖർബൂസോं को बेचने वाली तो कपड़े से मुंह छिपाए सिर को घुटनों पर रखे फक फक रो रही थी. ആ വാട്ടർ മെലോൺസ് വിൽക്കാനായി വന്നിരുന്ന സ്ത്രീ തൻ്റെ സാരി തലപ്പ് കൊണ്ട് മുഖം മറച്ച് തൻ്റെ മുട്ടുകൾക്കിടയിൽ തല വെച്ച് പൊട്ടി പൊട്ടി കരയുകയായിരുന്നു. पड़ोस की दुकानों के तख्तों पर बैठे या बाजार में खड़े लोग घृणा से उसी स्त्री के संबंध में ബാത് കർ രഹേ തെ. അതായത് അടുത്തടുത്ത കടകളിലും അവിടെ ബെഞ്ചുകളിലുമായി ഇരുന്നിരുന്ന ആളുകൾ, അതേപോലെ ആ മാർക്കറ്റിൽ നിന്നിരുന്ന ആളുകളെല്ലാം വളരെ വെറുപ്പോടുകൂടി ആ സ്ത്രീയുടെ കാര്യം പറയുന്നത് കേൾക്കാമായിരുന്നു. സ്ത്രീ കാ റോന ദേക്കർ മൻ മേം ഏക് വ്യഥാസി ഉടി. ആ സ്ത്രീയുടെ കരച്ചിൽ കണ്ടപ്പോൾ നമ്മളുടെ ഓതറിൻ്റെ മനസ്സിൽ വളരെയധികം സങ്കടം തോന്നുകയാണ്. പർ ഉസ്കെ റോനെ കാ കാരൺ ജാനെ കാ ഉപായ് ക്യാ ഹെ. പക്ഷേ അവർ കരയുന്നത് എന്തുകൊണ്ട് എന്നുള്ള കാരണം നാം എങ്ങനെ അറിയും? അതായിരുന്നു ഓതറിൻ്റെ വിഷമം. ഫുട്പാത്ത് പർ
उसके समय बैठ सकने में मेरी पोशाक ही വ്യവധാൻ ബൻ ഘടി ഹോ ഗയി തി. അതായത് ആ സമയത്ത് ആ ഫുട്പാത്തിൽ ആ സ്ത്രീയുടെ കൂടെ ഇരുന്ന് അവരുടെ സങ്കടം എന്തെന്നും അതറിയാനായിട്ട് തടസ്സമായി നിന്നിരുന്നത് എൻ്റെ അല്ലെങ്കിൽ ഈ ഓതറിൻ്റെ ഈ വസ്ത്രം തന്നെയായിരുന്നു. ആ വസ്ത്രം അദ്ദേഹത്തെ അവരുടെ കൂടെ അവിടെ ഇരിക്കാനായി സമ്മതിച്ചിരുന്നില്ല. ഏക് ആദ്മീനെ ഘൃണാസെ ഏക് तरफ തൂക്തേ ഹുവേ കഹാ ക്യാ ജമാന ഹെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ വളരെ വെറുപ്പോടുകൂടി ഒരു സൈഡിലേക്ക് സ്പിറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ക്യാ ജമാന ഹെ, എന്തൊരു കാലമാണിത്. ജവാൻ ലഡ്കേക്ക് മരേ പൂരാ ദിൻ നെഹി ബീത. അതായത് യുവാവായ മകൻ മരിച്ചതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ടില്ല. ഓർ യഹ് ബഹായ ദൂക്കാൻ ലഗാക്കെ ബേട്ടി ഹെ. ഒരു ദിവസം പോലും കഴിഞ്ഞിട്ടില്ല തൻ്റെ യുവാവായ മകൻ മരിച്ചിട്ട്. എന്നിട്ട് ഈ നാണമില്ലാത്ത സ്ത്രീ, ഷെയിംലെസ് ആയിട്ടുള്ള ലേഡി ഇവിടെ കടയുമിട്ട് പൈസ ഉണ്ടാക്കാൻ ഇരിക്കുകയാണ്. ദൂസരെ സാഹബ് അപ്നി ദാടി ഗുജാത്തെ ഹുയെ കഹാം. അപ്പോൾ അപ്പുറത്ത് നിന്നിരുന്ന ഒരാൾ തൻ്റെ താടിയിൽ തടവിക്കൊണ്ട് പറയുകയാണ്, അരെ ജേസെ നിയത്ത് ഹോത്തി ഹെ അല്ലാ ബി വേസെ ഹെ ബർക്കത്ത് ദേത്തെ ഹെ. എങ്ങനെയായിരിക്കും അവരുടെ ഉദ്ദേശം, ദൈവവും അതുപോലെ തന്നെയുള്ള അനുഗ്രഹമേ അവർക്ക് കൊടുക്കുകയുള്ളൂ. सामने के फुटपाथ पर खड़े एक आदमी ने दिया सिलाई की ताली से कान खुजाते हुए कहा, अरे इन लोगों का क्या है, ये कमीने लोग रोटी के टुकड़े पर जान देते हैं. അപ്പോൾ മുന്നിലുള്ള ഫുട്പാത്തിൽ നിന്നിരുന്ന ഒരു വ്യക്തി ഒരു തീപ്പെട്ടി കൊള്ളുകൊണ്ട് തൻ്റെ ചെവി ചൊറിഞ്ഞുകൊണ്ട് പറയുകയാണ്, അരെ ഇൻ ലോഗോം ക ക്യാ ഹെ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരെയൊക്കെ എന്ത് പറയാനാണ്. ഈ കമീനെ ലോഗ് റോട്ടി കെ ടുക്കടെ പർ ജാൻ ദേത്തെ ഹെ. ഈ നീചന്മാരായ മനുഷ്യർ ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കഷ്ണം അപ്പത്തിന് വേണ്ടി തൻ്റെ ജീവൻ വരെ കളയും. ഇൻകെ ലിയെ ബേട്ട ബേട്ടി, ഇവർക്ക് മകൻ മകൾ, ഖസം ലുഗായി സ്നേഹം ജീവിതം, ധർമ്മ ഇമാൻ മതം സത്യസന്ധത, സബ് റോട്ടി ക ടുക്കട ഹെ, ഇതെല്ലാം ഒരു കഷ്ണം റൊട്ടിയാണ് അല്ലെങ്കിൽ അപ്പമാണ്. പർച്ചൂൻ കി ദുക്കാൻ പർ ബേട്ട ലാലാജീനെ കഹ. പലചരക്ക് കടയിൽ ഇരുന്നിരുന്ന ലാലാജി പറയുകയാണ്, അരേ ബായി ഇൻകെ ലിയെ മരേ ജിയെ ക ക്യാ മത്ലബ് നഹോ. ഇവർക്കൊക്കെ മരിക്കുക അല്ലെങ്കിൽ ജീവിക്കുക അതിനെക്കൊണ്ട് ഒരു കാര്യവുമില്ല. പർ ദൂസരേക്ക് ധർമ്മ ഇമാൻ കാത്തോ ഖയാൽ കർണ ഹെ. പക്ഷെ മറ്റുള്ളവരുടെ മതവും സത്യസന്ധതയും കുറിച്ച് അവർ ആലോചിക്കേണ്ട ആവശ്യമില്ലേ? അതൊന്നും ആലോചിക്കുന്നില്ല. ജവാൻ ബേട്ടേക്ക് മരണേ പർ 13 ദിൻ കി സൂതക് ഹോത്തെ ഹെ. അതായത് യുവാവായ മകൻ മരിച്ചു കഴിഞ്ഞാൽ 13 ദിവസത്തെ സൂതകമുണ്ടാകും, 13 ദിവസത്തെ കർമ്മങ്ങളും ഉണ്ടാകും. ഓർ വഹ് യഹാ സടക് പർ ബാസാർ മേ മാക്കർ ഖർബൂസെ ബേട്ട് ഗയെ. എന്നിട്ട് ഈ സ്ത്രീ ഇവിടെ വന്ന് വാട്ടർ മെലോൺ വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്നു. 1000 ആദ്മി ആത്തേ ജാത്തേ ഹെ. ഇവിടെ 1000 ആളുകൾ വരികയും പോവുകയും ചെയ്യണം. കോയി ക്യാ ജാൻതാ കി ഇസ്കെ ഘർമേം സൂതക് ഹെ. ആർക്കെങ്കിലും അറിയാമോ ഈ സ്ത്രീയുടെ വീട്ടിൽ സൂതകം കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂതകം ഉണ്ട്, 13 ദിവസത്തെ സൂതകം ഇവരുടെ വീട്ടിലുണ്ട്. കോയി ഇസ്കെ ഖർബൂസെ ഖാ ലേ തോ ഉസ്കാ ഇമാൻ ധർമ്മ കേസെ രഹേഗ. ആരെങ്കിലും ഇവരുടെ കയ്യിൽ നിന്നും ആ വാട്ടർ മെലോൺ മേടിക്കുകയാണെങ്കിൽ അയാളുടെ മതവും സത്യസന്ധതയും എല്ലാം പോവും. ക്യാ അന്തേരാ ഹൈ, ഇതൊന്നും ഇവർക്ക് അറിയില്ലേ? പാസ് പടോസ് കി ദുകാൻ സെ പൂछने पर पता लगा उसका 23 ബരസ് കാ ജവാൻ ലഡ്കാ था. അപ്പോൾ അടുത്തുള്ള കടകളിലൊക്കെ നമ്മുടെ ഓതർ അന്വേഷിക്കുകയാണ്, ഈ സ്ത്രീക്ക് എന്താ പറ്റിയെന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഓതറിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അവർക്ക് 23 വയസ്സുള്ള ഒരു യുവാവായ മകനുണ്ടായിരുന്നു. ഘർ മേ ഉസ്കി ബഹു ഓർ പോത്താ പോത്തി ഹെ. വീട്ടിൽ ആ മകൻ്റെ ഭാര്യയും അവരുടെ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ട്.
लड़का शहर के पास स्टेट बिदाबर जमीन में कचेरी करके परिवार का निर्वाह करता था. ഈ യുവാവ് ഈ തൻ്റെ ഗ്രാമത്തിൻ്റെ അടുത്ത് തന്നെ 1.5 ഏക്കർ ഭൂമിയിൽ കച്ചേരി അതായത് വാട്ടർ മെലോൺ കൃഷി ചെയ്തിട്ടാണ് തൻ്റെ കുടുംബത്തെ നോക്കിയിരുന്നത്. खरबूजों डलिया बाजार में पहुंचाकर कभी लड़का स्वयं सौदा के पास बैठ जाते थे, कभी माँ बैठ जाती थी. ഈ വാട്ടർ മെലോൺസ് എല്ലാം കുട്ടയിലാക്കി മാർക്കറ്റിൽ കൊണ്ടുവന്ന് ചിലപ്പോൾ ഈ ആൺകുട്ടി സ്വയമാണ് വിറ്റിരുന്നത്, അല്ലെങ്കിൽ അവൻ്റെ അമ്മയാണ് ഈ വാട്ടർ മെലോൺസ് എല്ലാം വിറ്റിരുന്നത്. ലടുക്ക പരസോം സുബഹ് മുഹ് അന്തേരെ ബേലോം മേം സെ പക്കേ ഖർബൂസെ ചുനാ രഹാ താ. ഒരു തലേ ദിവസം ഈ യുവാവ് അത്യാവശ്യം ഇരുട്ടുള്ള സമയമായിരുന്നു, നേരം വെളുക്കുന്നതേ ഉള്ളൂ. ആ സമയത്ത് നല്ല പഴുത്ത വാട്ടർ മെലോൺസ് സെലക്ട് ചെയ്ത് എടുക്കുകയായിരുന്നു. ഗീലി മേടിക്ക് തരാവാട്മേം വിശ്രം കർത്തേ ഹുയേ ഏക സാം പർ ലഡ്കേ കാ പേർ പടുകയ. അങ്ങനെ നല്ല തണുപ്പുള്ള മണ്ണിൽ പുതഞ്ഞു കിടന്ന് വിശ്രമിച്ചിരുന്ന ഒരു സർപ്പത്തിൻ്റെ മേൽ ഈ യുവാവിൻ്റെ കാല് പതിക്കുകയാണ്. സാംനെ ലഡ്ക്കേക്കോ ഡിസ്ലിയ. കാല് പതിച്ചതും ഈ യുവാവിനെ ഈ സർപ്പം കടിച്ചു. ലഡ്ക്കേക്ക് ബുഡിയാമ്മ ബാവലി ഹോക്കർ ഓച്ചാക്കോ ബുൽവാലായി. ഈ വിവരമറിഞ്ഞ അമ്മ ഉടൻ തന്നെ മന്ത്രവാദിയെ പോയി വിളിച്ചുകൊണ്ടുവന്നു. ചാടന ഫോങ്ക്ന ഹുവ. പൊടിയൊതുകയും മറ്റും ചെയ്തു. നാഗദേവ് की पूजा हुई. നാഗദേവത്തെ പൂജിച്ചു. പൂജാക്കേലിയെ ദാൻ ദക്ഷിണ ചാഹിയെ. പൂജയ്ക്കായി ദാനവും ദക്ഷിണയും കൊടുക്കണം. घर में जो कुछ आटा और अनाज था दान दक्षिणा में उड़ गया. വീട്ടിൽ ബാക്കി ഉണ്ടായിരുന്ന ആട്ട മീൻസ് വീറ്റ് ഫ്ലോറും അനാജ് മീൻസ് റൈസ്, ഇത് രണ്ടും ദാനവും ദക്ഷിണയുമായി പോയി. മാ ബഹു ഓർ ബച്ചെ ഭഗവാൻ സെ ലിപ്പട്ട് ലിപ്പട്ട് കർ റോയ. അമ്മയും മകൻ്റെ ഭാര്യയും മക്കളും എല്ലാം ഭഗവാനാണ് ഈ യുവാവിൻ്റെ പേര്. അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. ഭഗവാൻ ജോ ഏക് ദഫ ചുപ് ഹുവേ തോ ഫിർ ന ബോല. ഭഗവാൻ ഒരു തവണ പോലും പിന്നീട് സംസാരിച്ചിട്ടില്ല. സർപ്പ് കെ വിഷ് ഉസ്ക സബ് ബദൻ കാല പടുക്കയ. ഈ സർപ്പവിഷം കാരണം അവൻ്റെ ശരീരം മുഴുവനും കറുത്തിരുണ്ടു. जिंदा आदमी नंगा भी रह सकते हैं परंतु मुर्दे को नंगे कैसा विदा किया जाए. ജീവനുള്ള ഒരു മനുഷ്യന് വസ്ത്രമില്ലാതെയും ജീവിക്കാം, പക്ഷേ മരിച്ചുപോയ ഒരാളെ എന്തായാലും പുതുവസ്ത്രങ്ങൾ അണിയിക്കാതെ നമുക്ക് പറഞ്ഞു വിടാൻ സാധിക്കില്ല. ഉസ്കെ ലിയെ തോ ബജാജ് കി ദുക്കാൻ സെ നയ കപട ലാനാ ഹി ഹോഗ. അതിനുവേണ്ടി ബജാജിൻ്റെ കടയിൽ നിന്നും പുതുവസ്ത്രങ്ങൾ വാങ്ങിച്ചേ തീരൂ. ചാഹെ ഉസ്കെ ലിയെ മാ കി ഹാത്ത് കി ചേനി കങ്കന ഹി ക്യൂം ന ബിക്ചായെ. അതിനുവേണ്ടി അമ്മയുടെ കയ്യിൽ അവസാനമായി ഉണ്ടായിരുന്ന ആ ചെറിയൊരു സ്വർണ്ണവള പോലും വിൽക്കേണ്ടതായി വന്നു. ഭഗവാന പരലോക ചലേക്കയ. അങ്ങനെ ഭഗവാന പരലോകത്തേക്ക് പോയി. घर में जो कुछ चुनी भूसी थी സോ ഉസെ വിദ കർണേമേം ചെലികെ. വീട്ടിൽ ആകെ നുള്ളിപ്പെറുക്കി ഉണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും അവനെ പരലോകത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൻ്റെ അന്ത്യകർമ്മങ്ങൾക്കായി ചിലവായി. ബാപ്പ് നെഹി രഹേത്തൊക്ക. അങ്ങനെ ഭഗവാനയുടെ 2 കുട്ടികൾക്കും അച്ഛനില്ലാതായി. ലഡ്കെ സുബഹ് ഉടുത്തെ ഹി ബൂക്ക് സെ ബിൽബിലാനെ രകെ. ഭഗവാനയുടെ മകൻ കാലത്തെ എഴുന്നേറ്റു. അവൻ വിശപ്പിനാൽ തുടിച്ചുകൊണ്ടിരുന്നു. അവൻ വിശപ്പ് സഹിക്കാനാവാതെ കരഞ്ഞുകൊണ്ടിരുന്നു. ദാദീനെ ഉനേം ഖാനെ കെ ലിയെ ഖർബൂസെ ദേ ദിയെ. അങ്ങനെ അത് കണ്ടപ്പോൾ ഗ്രാൻഡ് മദറിനും സഹിക്കാൻ കഴിഞ്ഞില്ല. ഗ്രാൻഡ് മദർ വേഗം അവന് അച്ഛൻ ഭഗവാന കൊണ്ടുവന്ന് വെച്ചിരുന്ന വാട്ടർ മെലോൺസിൽ നിന്നും കുറച്ചെടുത്ത് അവന് കൊടുത്തു. ലേക്കിൻ ബഹു കോ ക്യാ ദേത്തെ. പക്ഷേ മകൻ്റെ ഭാര്യയ്ക്ക് എന്ത് കൊടുക്കും? ബഹു കാ ബദൻ ബുഖാർ സെ തവേ കി തരഹ് തപ് രഹാ ഥാ. മരുമകളുടെ അല്ലെങ്കിൽ മകൻ്റെ ഭാര്യയുടെ ദേഹം പനിയാൽ പൊള്ളുകയായിരുന്നു. അവ ബേട്ടേക്ക് ബിന ബുട്ടിയൊക്കെ ധോന്നി ചവന്നി ബി കോൺ ഉദാർത്തേത്തെ. ഇപ്പോൾ ഈ വയസ്സായ സ്ത്രീക്ക് 2 രൂപയോ 4 രൂപയോ ആരാണ് കടം കൊടുക്കുന്നത്? അവർക്ക് മകൻ പോലും ഇല്ല തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ബുഡിയ रोते रोते और आंख पहुँचते पहुँचते भगवान के बटोरे हुए खरबूजे डलिए में समेटकर बाजार की ओर चली और
चारा भी क्या था? ഈ വയസ്സായ സ്ത്രീ കരഞ്ഞുകൊണ്ട് കണ്ണുകൾ തുടച്ചുകൊണ്ട് ഭഗവാന കൊണ്ടുവന്ന് വെച്ചിരുന്ന വാട്ടർ മെലോൺസ് ഒരു കുട്ടയിലാക്കി മാർക്കറ്റിന് നേരെ പോവുകയാണ്. അതല്ലാതെ അവരുടെ മുന്നിൽ അവരുടെ കുടുംബം നോക്കാൻ അവർക്ക് വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. बुढ़िया खरबूजे बेचने के साहस करके आई थी, परंतु सिर पर चादर लपेटे, सिर को घुटनों पर टिकाए हुए फक फक रो रही थी. ആ വയസ്സായ സ്ത്രീ വാട്ടർ മെലോൺസ് വിൽക്കാനുള്ള സാഹസമായാണ് അവിടെ വന്നത്. പക്ഷേ തലയിൽ തുണിയും ചുറ്റി തൻ്റെ കാലുകൾക്കിടയിൽ അവരുടെ തല വെച്ചിട്ട് അവർ പൊട്ടി പൊട്ടി കരയുകയായിരുന്നു. कल जिसका बेटा चल बसा आज वह बाजार में सौदा बेचने चली है. ഇന്നലെയാണ് അവരുടെ മകൻ മരിച്ചത്. എന്നിട്ട് ഇന്നവർ മാർക്കറ്റിൽ സാധനങ്ങൾ വിൽക്കാൻ വന്നിരിക്കുന്നു, കാശുണ്ടാക്കാൻ വന്നിരിക്കുന്നു. അങ്ങനെ അവിടെയുള്ള ആളുകൾ പറയാൻ തുടങ്ങി, ഹായ് രേ പത്തർദിൽ, ഇവരുടെ ഹൃദയം എന്തൊരു കല്ലാണ് എന്നുവരെ അവിടെ നിന്ന ആളുകൾ ഈ അമ്മയെക്കുറിച്ച് പറയുകയാണ്. उस पुत्र वियोगिनी के दुख का अंदाज़ा लगाने के लिए पिछले साल अपने पड़ोस में पुत्र की मृत्यु से दुखी माता की बात सोचने लगी. ആ പുത്ര വിയോഗിനി, അതായത് പുത്രനെ നഷ്ടപ്പെട്ട ആ സ്ത്രീയെ കണ്ടപ്പോൾ നമ്മളുടെ ഓതറിന് തൻ്റെ അയൽപ്പക്കത്തുള്ള ഒരു സ്ത്രീ, അവരുടെ മകൻ മരിച്ചുപോയ ഒരു സ്ത്രീയെക്കുറിച്ച് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. വഹ് സംഭ്രാന്ത മഹിള പുത്ര की मृत्यु के बाद 28 मास तक पलंग से उठ न सकी थी. അതായത് ആ സ്ത്രീ വളരെ ധനാഢ്യായ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ലേഡിയായിരുന്നു. ആ ലേഡിയുടെ മകൻ മരിച്ചതിന് ശേഷം ഒരു 2.5 മാസത്തോളം അവർ കട്ടിൽ നിന്നും തന്നെ എഴുന്നേറ്റിരുന്നില്ല. ഉനെ 15 മിനിറ്റ് ബാദ് പുത്രവിയോഗി മൂർച്ച ആ ജാതി തി. അവർ 15 മിനിറ്റ് കൂടുമ്പോൾ പുത്രവിയോഗത്താൽ, പുത്രൻ്റെ വേർപാടിനാൽ തളർന്നു വീണുകൊണ്ടിരുന്നു. മൂർച്ച ന ആനെ की अवस्था में आँखों से आंसू न रुक सकते थे. ഇവർ തളർന്നു വീഴാതെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണീര് ഒഴിയാതെ വന്നുകൊണ്ടിരുന്നു. और दो ഡോക്ടർ ഹർ ദം സിർഹാനെ ബേട്ടെ രഹത്തെ थे. ആ സ്ത്രീയുടെ അടുത്ത് തന്നെ 2 ഡോക്ടേഴ്സ് എപ്പോഴും അവരുടെ കട്ടിലിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഹർ ദം സിർ പർ ബറഫ് രഖി ജാതി ഥി. എപ്പോഴും അവരുടെ തലയിൽ ഐസ് വെച്ചുകൊണ്ടിരുന്നു. शहर भर के लोगों के मन में उस पुत्र शोक के द्रविता हो उठे थे. ഈ ടൗണിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളുടെയും മനസ്സിൽ അവരുടെ പുത്രശോകത്തെ ഓർത്ത് എല്ലാവരുടെയും ഹൃദയം പിടഞ്ഞിരുന്നു. എല്ലാവരും ദുഃഖിച്ചിരുന്നു. ജബ് मन की सूचा का रास्ता नहीं मिलता तो बेचैनी के कदम तेज हो जाती है. മനസ്സിന് വഴി മനസ്സിലാകാതെ വരുമ്പോൾ അസ്വസ്ഥതയാൽ നാം ചുവടുകൾ വെക്കും. उसी हालत में नाक ऊपर उठाए राह चलते तो टोकरें खाते में चला जा रहा था, सोच रहा था. ആ സമയത്ത് ഓതർ ആലോചിക്കുകയായിരുന്നു. ചുവടുകൾ വെക്കുമ്പോൾ ആ അവസ്ഥയിൽ തന്നെ മുഖം ഉയർത്തിയില്ല എന്നുണ്ടെങ്കിൽ റോഡിലൂടെ നടക്കുമ്പോൾ ഇടറി വീഴും. ഷോക്ക് കർണെ ഗം മനാനെ കെ ലിയെ ഭി സഹുലിയത ചാഹിയെ. ഒരു മനുഷ്യന് ദുഃഖിക്കാനായാലും വിലപിക്കാനായാലും അതിനുള്ള സൗകര്യം വേണം. ഓർ ദുഃഖി ഹോനെ കാ ഭി ഏക് അധികാർ ഹോത്ത ഹൈ. അതുപോലെ തന്നെ സങ്കടപ്പെടാൻ ഏവർക്കും അവകാശമുണ്ട്.